തലയിൽ വേറെ ഉണ്ട്. മകൻ്റെ കാര്യമുണ്ട്, മകളുടെ കാര്യമുണ്ട്, കൊച്ചുമക്കളുടെ കാര്യമുണ്ട്. ഇതെല്ലാം എണ്ണി വെച്ച് വിത്ത് റെക്കോർഡുണ്ട്. ധനലക്ഷ്മി ബാങ്കിൻ്റെ രേഖകൾ എൻ്റെ കയ്യിലുണ്ട്. എല്ലാം വരും വെളിയിലോട്ട്. വെറുതെ വന്ന് ഈ പത്തനാപുരം താലൂക്കിൽ വന്ന് ശല്യം ചെയ്യാതെ, ഈ പത്തനാപുരം താലൂക്കിലെ കരയോക്കാരെ ശല്യം ചെയ്യാതൊക്കെ ഇരിക്കുക. എന്നെ പേടിപ്പിക്കാനും ശ്രമിക്കണ്ട, എനിക്ക് പേടിയില്ല. അതങ്ങ് കൈവച്ചിരുന്ന NSSന്റെ ഒരു ആചാര്യനുള്ളത് അന്നത്തെ ആചാര്യനാണ്. മറ്റേതൊക്കെ അതിന് പുറകെ വന്ന കഥ തുറക്കാൻ തന്നവരും കാപ്പ് കഴിച്ചു കൊടുക്കാൻ തന്നവരൊക്കെ. അതുകൊണ്ട് പിന്നെന്താ, അതിപ്പോൾ അതിനേക്കാളും പാരമ്പര്യമുള്ള ആളുകൾ NSS ജോലി ചെയ്ത അധ്യാപകരില്ലേ, പ്രിൻസിപ്പൽമാരല്ലേ, കോളേജ് ലെക്ചർമാരില്ലേ. അതുകൊണ്ട് 50 വർഷത്തെ 64 വർഷം ബാലകൃഷ്ണമുള്ള NSS താലൂക്കിൻ്റെ പ്രസിഡന്റ് അല്ലായിരുന്നു. അത്രയും പാരമ്പര്യം എന്തായാലും ഇല്ലല്ലോ. ഇടങ്ങൂർ ഗോപാലകൃഷ്ണമുള്ള സാറ് വരുന്നവരെ എവിടെയായിരുന്നു എന്ന് അന്വേഷിക്കുക, അദ്ദേഹം പോകുന്നവരെ എവിടെയായിരുന്നു എന്ന് അന്വേഷിക്കുക. ഇതൊക്കെ അറിയുന്നവരും കണ്ടവരുമാണ് കേരളത്തിലെ നായന്മാർ. ഇനി പറയുന്നു വേണ്ട, നിങ്ങൾ മാധ്യമപ്രവർത്തകർ വെറുതെ മുതിർന്ന NSSന്റെ വ്യക്തികളോട് നിങ്ങൾ ചോദിക്കും. ഞാൻ പാവപ്പെട്ടവനാ, ചെറുപ്പക്കാരനാണ്, എനിക്ക് അത്രയും ഒന്നുമില്ല. ഞാൻ കാണുമ്പം പണിക്കർ സാറിനെ തടവിലിട്ടേക്കുന്നേ കണ്ടിട്ടുണ്ട്. അതിനകത്ത് കിട്ടുന്ന എന്തെങ്കിലും കൊണ്ട് കഴിഞ്ഞുകൂടാം എന്ന് വിചാരിക്കുന്ന ആ ഒരു നായർ, എനിക്ക് കിട്ടിയത് പോയാലും ഒരു കുഴപ്പമില്ല, എൻ്റെ പ്രസ്ഥാനം നിലനിൽക്കട്ടെ എന്ന് ചിന്തിക്കുന്നവരാണ്. എല്ലാ വിപ്ലവവും തുടങ്ങുന്ന ചെറിയ തോതിലാണ്. ഈ വിപ്ലവവും അങ്ങനെ തന്നെ ആകട്ടെ എന്ന് ആശംസിക്കുന്നു. ഞാൻ ഏതായാലും ഇതിനകത്ത് നേതൃത്വം എടുക്കാനും യുദ്ധം ചെയ്യാനും ഞാൻ എൻ്റെ വായും തുറക്കണ്ട. മകളെ പറ്റിയും മകനെ പറ്റിയൊക്കെ കുറേ സാധനങ്ങൾ എൻ്റെ ഇരിപ്പുണ്ട്. കൊച്ചുമക്കളെ പറ്റിയുണ്ട്. എന്നെ കൊണ്ടും തുറപ്പിക്കാതിരിക്കുന്നതാണ് പുള്ളിക്ക് നല്ലത്. എൻ്റെ എന്ന് പുള്ളി വാ തുറഞ്ഞാൽ അതിന് മറുപടി, രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന ആളാണ് ഞാൻ. ഒരാൾ വാ തുറന്നാൽ അതിന് മറുപടി പറയാൻ അറിയാത്തവൻ രാഷ്ട്രീയത്തിൽ വരരുത്, മനസ്സിലായി? ഞാനൊരു പോരാട്ടത്തിന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ച് വേറെ ജനറൽ സെക്രട്ടറി കസേരയൊന്നും ഒരു പ്രശ്നമില്ല. എനിക്കിതൊന്നും വേണ്ട. എനിക്കൊരു കരയോ അങ്ങോട്ട് ഇരുന്നാൽ മതി. ഒരു താലൂക്ക് യൂണിയൻ സെക്രട്ടറി 23,000 രൂപ ശമ്പളം വാങ്ങുന്നവൻ മകളെ 60 ലക്ഷം രൂപ 70 ലക്ഷം രൂപയ്ക്ക് ലണ്ടനിൽ പഠിപ്പിക്കണമെങ്കിൽ അതിനെക്കുറിച്ചൊക്കെ ഒന്ന് അന്വേഷിക്കുക. പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളൂ, പത്തനാപുരം താലൂക്കിൽ കയറി കരയോഗങ്ങൾ വിരിച്ചുകൂടെ ഇങ്ങനെയുള്ള വേലത്തരങ്ങളും കൊണ്ട് വന്നാൽ ഞാൻ ഇനിയും വാ തുറക്കേണ്ടി വരും. ഇനി തൽക്കാലം വാ തുറക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇന്നലെ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം ഞാൻ നിങ്ങളത് പറഞ്ഞില്ല. നിങ്ങൾ ചോദിക്കൂ, ഞാൻ ഉത്തരം പറയാം. നിങ്ങൾ അവിടെ കിട്ട കാര്യം എന്നോട് ചോദിച്ചു, ഞാൻ അതിൻ്റെ ഉത്തരം പറഞ്ഞു. അല്ലാതെ എല്ലാ ദിവസവും രാവിലെ എണീച്ച് സുകുമാരൻ നായരെ പറയാനോ അത് എനിക്ക് സമയമില്ല. എനിക്ക് ഒരുപാട് ജോലിയുണ്ട്, ഒരുപാട് പണിയുള്ള ആളാണ്. ഇതിൻ്റെ പുറകെ അടക്കലല്ല എൻ്റെ പണി. പിന്നെ ജനങ്ങൾ നായർ സമുദായം സംഘടിച്ച് നടത്തുന്ന എല്ലാ ഒറ്റക്കെട്ടായിട്ട് വേണം. ഒറ്റ തിരിഞ്ഞുള്ള പോരാട്ടങ്ങൾക്കൊന്നും ഞാനില്ല. എല്ലാവരും ജനകീയമായി മുന്നേറുമ്പോൾ ഞാനും നിങ്ങളിൽ ഒരാളായി കൂടെ ഉണ്ടാവും. ാനുള്ള അവസരമോ അല്ലെങ്കിൽ ഒരു കോളേജിൽ ഒരു ജോലിയോ സ്കൂളിൽ ഒരു ജോലിയോ കിട്ടുന്നത് സുകുമാരൻ നായരുടെ ഔദാര്യമല്ല, മന്നത്ത് ആചാര്യൻ നിങ്ങൾക്ക് കരുതി വെച്ച അവകാശമാണ് എന്നെല്ലാം നായർ മനസ്സിലാക്കി. മന്നത്ത് ആചാര്യൻ സമുദായ അംഗങ്ങൾക്ക് വേണ്ടി കരുതി വെച്ച അവകാശമാണ്, അല്ല ഒരാളുടെയും ഔദാര്യമല്ല. അതുകൊണ്ട് അത് ഔദാര്യമാക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെ എതിർക്കേണ്ടത് ജനകീയമായിട്ടാണ്, മാസ്സായിട്ടാണ്, ഒറ്റയ്ക്കല്ല, പ്രസ്താവനകളിലൂടെയല്ല, ഒന്നുമല്ല. വളരെ വ്യക്തതയോടെ ഞാൻ പറയുകയാണ്, നായർ നിരാശരായി കുരിഞ്ഞു നിന്നിട്ട് കാര്യമില്ല. നായർ എന്നും പോരാളികളാണ്. നായർ ഈ നീതിക്ക് വേണ്ടി പോരാടണം എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. എന്നെ വിട്ടേക്ക്, കാരണം ഞാനൊരു പാവപ്പെട്ട, എനിക്കിതൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ സന്തോഷമായിട്ടിരിക്കുന്നത്. എനിക്ക് രാവിലെ എണീച്ച രാത്രി വരെയും നല്ല ജോലിയുണ്ട്, നല്ല ജോലി തിരക്കാണ്, ചുമ്മാ ഇരിക്കുന്ന പരിപാടിയേ ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഒന്നുമില്ലെങ്കിലും പുസ്തകം എടുത്ത് വായിച്ചുണ്ടെങ്കിലും അതുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ അഭിപ്രായം പറയുന്നു. സ്ഥാനത്തിരുന്നപ്പോൾ 1-2 ചോദ്യങ്ങൾ ചോദിച്ചതുകൊണ്ടാണ് പിന്നെ വയ്ക്കാത്തത്, മനസ്സിലായി? ചോദ്യം ചോദിക്കാൻ പാടില്ല. ഡയറക്ട് ബോർഡ് കൂടിയാൽ ആരും മിണ്ടാൻ പാടില്ല. പരിപൂർണ്ണ നിശബ്ദത. മരണ വീട്ടിൽ പോലും ഇത്ര നിശബ്ദതയില്ല. പോരാട്ടം തുടരുവാണോ? പോരാട്ടമൊക്കെ നടക്കും. അതൊക്കെ ഞാനല്ല തുടരുന്നത്. സാധാരണക്കാരായ നായർ സമുദായങ്ങൾ ലോകമെമ്പാടും ഈ പോരാട്ടം തുടരും. അവരിൽ ഒരാളായി ഞാനും ഉണ്ടാവും. അല്ല, ഞാൻ മുമ്പിലൊന്നും ഉണ്ടാവും. വരട്ടെ, അവസാനിക്കുന്നത് ഇതിന് നല്ലൊരു തീർപ്പ് മന്നത്ത് ആചാര്യൻ്റെ ആത്മാവ് ഉണ്ടാക്കും, ദൈവം തമ്പുരാൻ ഉണ്ടാക്കും. അപ്പോൾ ഈ യുദ്ധം നടത്തുന്നത് ഞാനല്ല, വേറെ ഒരുപാട് ആളുകൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഭിന്നിച്ച് നിൽക്കുന്നവരുണ്ട്. അവരെല്ലാം ഒന്നിച്ചു വരണം. അവരെല്ലാം ഒന്നിച്ചു വന്നുകൊണ്ട് നേരിടണം. അവരിൽ ഒരാളായി ഞാനും ഉണ്ടാവും. അല്ലാതെ ഞാൻ ഈ യുദ്ധത്തിന് പിന്തുണ കിട്ടുന്നുണ്ടോ അത് നിങ്ങളല്ലേ തീരുമാനിക്കുന്നത്. ഞാൻ ആരുടെയും പിന്തുണ പ്രതീക്ഷിച്ചിട്ടല്ലോ. ഞാൻ UDF നിന്ന് ഇറങ്ങിയത് ഇബ്രാഹിം കുഞ്ഞിനെ അഴിമതി ചൂണ്ടിക്കാണിച്ച്, പിന്നെ UDF നിന്ന് ഇറങ്ങിയത് പിന്തുണ ആരുടെയും പ്രതീക്ഷിച്ചിട്ടാണ്. LDP കയറാൻ പറ്റുമെന്ന് പറഞ്ഞു പിന്നെ MLA ആവാന്ന് പറഞ്ഞിട്ടാണോ? അല്ല, നിലപാടുകളുണ്ട്. ആ നിലപാടുകൾ പറയും. എന്നെപ്പറ്റി എന്ത് അനാവശ്യം പറഞ്ഞ് പ്രചരിപ്പിച്ചാൽ എനിക്കൊന്നുമില്ല. ചില കാര്യങ്ങൾ കണ്ടാൽ തെറ്റെന്ന് അത് കുഴപ്പമെന്ന് പറയും. സമൂഹത്തെ ബാധിക്കുന്ന വിഷയങ്ങൾ ഞാൻ തെറ്റെന്ന് പറയും. അവരെ വ്യക്തിപരമായ കാര്യങ്ങൾ നമുക്കറിയുന്നത്. സമൂഹത്തെ ബാധിക്കുന്ന വിഷയങ്ങൾ ബദൽ സംഘടന ഉണ്ടാവില്ല. ബദൽ സംഘടന ഉണ്ടാക്കാൻ പാടില്ല. ഒരു ബദൽ സംഘടനയോട് സഹകരിക്കാനും പാടില്ല. ഒരു നായർ NSS തന്നെ നിൽക്കണം.